സീബ്ര ലൈനിൽ ക്രോസ് ചെയ്യുന്ന കേസൊക്കെ പറഞ്ഞു. ഈ സീബ്ര ലൈനിൽ അപകടങ്ങൾ ഉണ്ടാവുന്നത് എത്തരത്തിലാണ്, അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലാണ്? ഇപ്പൊ നമ്മള് നോക്കുക, നമ്മളൊരു സീബ്ര ലൈൻ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു. ആ സമയത്ത് നമ്മുടെ പൊതുവെ നമ്മുടെ നാട്ടുകാർ നമ്മൾ നിർത്തി തരില്ല വണ്ടി. അങ്ങനെയാണ് നമ്മളിപ്പോ കാണുന്ന സിസ്റ്റം. അങ്ങനെയാണ്, എല്ലാവർക്കും ധൃതിയാണ്. അപ്പൊ ആരും അങ്ങനെ ഒരാൾ ക്രോസ് ചെയ്യാൻ നിൽപ്പുണ്ടെങ്കിൽ നിർത്തി തരില്ല. പക്ഷേ ചില മാന്യരായ വ്യക്തികൾ, അവർക്ക് അതിന് നിയമം വളരെ കർശനമായി പാലിക്കുന്നവരുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ നിൽക്കണ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ആ സ്റ്റോപ്പ് ലൈനിൽ വണ്ടി നിർത്തി തരും. നമ്മൾ എന്ത് വിശ്വസിക്കും, അദ്ദേഹം എനിക്ക് വണ്ടി നിർത്തി തന്നു എന്നുള്ള ഇതിൽ നമ്മൾ ആ സീബ്ര ലൈൻ ക്രോസ് ചെയ്യാൻ ശ്രമിക്കും. ഈ സമയത്ത് ഈ നിർത്തിയേക്കുന്ന പുറകിൽ കൂടി മാന്യനല്ലാത്തൊരു വ്യക്തി ആ വണ്ടിയെ ഓവർടേക്ക് ചെയ്തു വരും. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും സീബ്ര ലൈനിൽ അപകടമുണ്ടായി, ആക്സിഡന്റ് ആയ ആൾ മരിച്ചു അല്ലെങ്കിൽ അപകടം പറ്റി എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം ഇദ്ദേഹം മാന്യനായതുകൊണ്ട് ഇദ്ദേഹം അവിടെ നിർത്തി തന്നു. പക്ഷെ മാന്യനല്ലാത്തൊരു വ്യക്തി അതിന്റെ പുറകിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് കയറി വരും. നമ്മളുടെ ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി നിർത്തി തന്നു എന്ന് വിചാരിച്ചിട്ട് പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ഒരിക്കലും നമ്മൾ സീബ്ര ലൈൻ ക്രോസ് ചെയ്യരുത്. ഈ വണ്ടിയുടെ മുമ്പിൽ വന്ന് എപ്പോഴും നമ്മൾ റോഡ് ക്രോസ് ചെയ്യേണ്ട നടന്നായിരിക്കണം. ഓടിയും ഒരു കാരണവശാലും ക്രോസ് ചെയ്ത് നടന്ന് ആ വണ്ടിയുടെ മുമ്പിൽ വന്ന് ഒന്നുകൂടി റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും നോക്കിയിട്ട് വേണം നമ്മൾ ആ സീബ്ര ലൈൻ പൂർണ്ണമായിട്ട് ക്രോസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അവിടെ ഒരു അപകടം നമ്മളെ കാത്തിരിപ്പുണ്ട്. ഇത് യാത്രക്കാരനും ശ്രദ്ധിക്കണം. വണ്ടി ഓടിക്കുന്ന ആളും യാത്രക്കാരൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇപ്പോ എല്ലാം അടച്ചിട്ട ക്ലാസ്സുകളാണ്, അതായത് AC ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോ പണ്ടത്തെ പോലെ കൈയിട്ട് നിർത്തുന്നു പറയാനുള്ള ഒരു അവസ്ഥ അവിടെ ആ ഡ്രൈവർക്ക് വരുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കാൽനട യാത്രക്കാരൻ തന്നെയാണ്. ഓടി ഒരു കാരണവശാലും സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് നടന്ന് ക്രോസ് ചെയ്യുക. നടന്ന് ഈ വണ്ടിയുടെ മുമ്പിൽ വന്നിട്ട് വീണ്ടും ഒന്നും കൂടി റൈറ്റും ലെഫ്റ്റും നോക്കിയിട്ട് വേണം ബാക്കിയുള്ളത് ക്രോസ് ചെയ്യാൻ. അപ്പോൾ അപകടം ഒഴിവാക്കാൻ സാധിക്കും.